എവരിവൺ, C3 വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു പാർട്ടി വെയർ കോഡ് സെറ്റിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ ഇത് വരുന്നത്. പാർട്ട് 2 വീഡിയോ. നമ്മൾ ഇന്ന് എങ്ങനെയാണ് ടോപ്പ് കട്ട് ചെയ്യണേന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങും കൂടി, അതായത് നിങ്ങൾക്ക് കുറേ വീഡിയോ ലെങ്ത്തായി പോകാണ്ടിരിക്കാനാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്. നോക്കാം. ഇപ്പം നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഈ ഒരു കോഡ് സെറ്റിൻ്റെ ടോപ്പ് നമ്മൾ തയ്ക്കണേന്ന് നോക്കാം. ഇന്നലെ നമ്മൾ ഇതിൻ്റെ ബോട്ടം തയ്ച്ചിരുന്നു. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് സ്ക്രോൾ അപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ബനാറസിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ലൈനിങ് വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം നല്ല തുണിയുമേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ലൈനിങ് ഞാനത് 2 മീറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങുമ്മ ആദ്യം തന്നെ നമുക്ക് അളവൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം സൈസാണ്. അപ്പോൾ മീഡിയം സൈസുകാർക്ക് നോക്കാം കേട്ടോ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണേന്നൊക്കെ ഉള്ളത്. എൻ്റെയൊക്കെ ഒരു വണ്ണമുള്ളവർക്ക്, എനിക്ക് എൻ്റെ പാകത്തിനുള്ള അളവ് മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയണത്. പിന്നെ അളവ് ടോപ്പൊക്കെ വെച്ചിട്ട് ചെയ്യാനറിയാം. ഇതിന് മുമ്പ് നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കയറി നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ അളവ് നോക്കാം. ഇതുപോലെ ലൈനിങ് തുണി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുമ്പോൾ തന്നെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി വീഡിയോ ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് ഇവിടെ നിന്ന് ഇവിടം വരെ 6.5 അപ്പോൾ 6.5 ഇവിടം വരെ ടേപ്പ് എടുത്തിട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇവിടെ നിന്ന് ഈ കൈക്കുഴി വരുന്നത് 7 ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 7. അതുപോലെ തന്നെ എന്നിട്ട് നമുക്ക് ഈ ഒരു ചെസ്റ്റ് വീതി എടുക്കാനായിട്ട് ചെസ്റ്റ് വീതി നമുക്ക് വരുന്നത് 10 വരുന്നത്. അപ്പോൾ 10 എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് ഇറക്കം വരുന്നത് 12.5 12.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ചെസ്റ്റ് വീതി എടുക്കേണ്ടത് എനിക്ക് ശരിക്കും വരുന്നത് 7.5 അപ്പോൾ ഞാനതൊരു 9, എല്ലാം ഒരു 2 ഇഞ്ച് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ സ്ലിറ്റ് ഇറക്കം വരുന്നത് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഇറക്കം വരുന്നത് 21 ഞാൻ എടുക്കാറ്. സ്ലിറ്റ് വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 10.5 ഒക്കെയാണ് വരുന്നത്, അല്ല 10 വരുന്നത്. ഞാനൊരു 11 എടുത്തത്. അതുപോലെ തന്നെ അടിവിരിവ്, അതായത് അടിവിരിവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ലെങ്ത് വന്നിട്ട് 11.5 എന്നിട്ട് ഇതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വരച്ചതാണ് ഇങ്ങനെ. എന്നിട്ട് നമുക്കിനി കറക്റ്റ് ഇതേ ഷേപ്പിൽ വെട്ടിയെടുക്കാം. പിന്നെ ഇതിൽ ഡൗട്ടുള്ളവർ നമ്മുടെ നേരത്തെ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ. നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് നമ്മളിത് എങ്ങനെ അളവെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് കാണിച്ചത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണേ. നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കട്ട് ചെയ്ത് അതങ്ങോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കട്ടിങ് വരുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് എടുക്കുക. നമ്മൾ ഇതുപോലെ പറഞ്ഞ അളവിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നല്ല തുണി എടുത്തിട്ട് അതിൻ്റെ മീതെ ഈ സെയിം ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഇതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ നല്ല തുണിയും ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെട്ടിവെച്ച ആ ലൈനിങ് പോർഷൻ ഇതിൻ്റെ മീതെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നമ്മൾ ആ ലൈനിങ് തുണി കട്ട് ചെയ്തതും കൂടി ഇതുപോലെ, അതായത് ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് കറക്റ്റ് നേരെയാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കറക്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ ഒരു ചോക്ക് എടുത്തിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇത് കൂട്ടിയടിക്കുക. അതാണ് ഫസ്റ്റത്തെ കട്ടിങ് മെയിനായിട്ട് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ അളവിന്. ഇതിപ്പോൾ നിങ്ങൾക്ക് അളവ് ചുരിദാർ കിട്ടുകയാണെങ്കിൽ അളവ് ചുരിദാർ അനുസരിച്ചിട്ടാണെങ്കിലും ഇതുപോലെ മടക്കി വെച്ചാൽ മതി. ഇതുപോലെ ഇതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 എനിക്ക് ഒരു 49 ഞാൻ എപ്പോഴും എടുക്കാറ്. എനിക്കതാണ് ഇഷ്ടം, കുറച്ച് ലെങ്ത്തിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിനെ വരച്ചെടുത്തു കേട്ടോ കറക്റ്റ് അളവിൽ. ഇനി നമുക്ക് ഇതിനെ വെട്ടാം. കറക്റ്റ് ഇതെടുത്തിട്ട് ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് അളവ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കട്ട് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് നേരയ്ക്കൊക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം, ടെൻറ്റ് പോർഷനൊക്കെ കറക്റ്റ് അളവിൽ നേരയ്ക്കൊക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം വെട്ടാനായിട്ട്. അതേ നമ്മൾ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തു കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിനുള്ളത് വെട്ടി വെച്ചു. പിന്നെ സ്ലീവ് ഞാൻ വിചാരിച്ചു സ്ലീവ് എനിക്ക് ഫുൾ സ്ലീവ് അടിക്കാനായിരുന്നു ഇഷ്ടം. അതായത് കുറച്ച് നല്ല ലെങ്ത്തിൽ വരെ എടുക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷേ നമുക്ക് തുണി അതിന് തികഞ്ഞില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബനാറസി തുണിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ ഈ ഒരു വേവിങ്സ്, സിൽവർ സെറി വേവിങ്സ് വന്നേക്കണമായിരുന്നു. നമ്മുടെ മേത്ത് കുത്തിക്കൊള്ളും. ഞാൻ ആ പാൻറ്റ് ഇട്ടിട്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കുത്തിക്കൊള്ളുന്ന ഫീലിംഗ് വന്ന കാരണം ഞാൻ കൈ എങ്ങനെ അടിക്കും എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഞാൻ കൈ ലെങ്ത്ത് കുറച്ചിട്ട് ഇതുപോലെ ഫ്രില്ലിട്ടിട്ട് തയ്ച്ചാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. കാരണം ഇത് ചൊറിയണ തുണി ആയതുകൊണ്ട് നമുക്ക് ദേഷ്യം വരും. ഈ ഫുൾ കൈ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലൈനിങ് ഇട്ടാലും ഇത് നന്നായിട്ട് കുത്തിക്കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കൈയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ. അപ്പോൾ നമുക്കത് അവസാനം നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങും കൂടി നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റണം അത്രയും ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ നല്ല വശം വെട്ടി വെച്ചേക്കണതും അതുപോലെ തന്നെ ഈ ലൈനിങ്ങും കൂടി ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്ക് അടിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് ഇതുമേക്ക് കറക്റ്റ് വിരിച്ചിട്ടിട്ട് സെയിം ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ആദ്യം തന്നെ ഇത് നിവർത്തിയിടാം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ നിവർത്തിയിട്ടിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്യണം. ഫുള്ള് ഇതുപോലെ, അതായത് അടിഭാഗം ഒന്ന് ജസ്റ്റ് മടക്കി അടിക്കണം. ഈ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ ആ ഒരു അടിവശം ഇതുപോലെ ഒരു ഫോൾഡിങ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് മറ്റേ മെയിൻ ടോപ്പുമേക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിത് ലൈനിങ്ങിൻ്റെ അടിഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തോട്ടാ. നമുക്കിനി ഈ ഒരു ലൈനിങ് താഴ്ത്ത് വെച്ചിട്ട്, അതായത് ഇതുപോലെ ഫുള്ളും ഈ ഒരു ലൈനിങ് ഇതുമേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു സൈഡ് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വീണ്ടും നമ്മൾ അടുത്ത സൈഡും കൂടി ഇതുപോലെ ലൈനിങ് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറേ ലെങ്തി ആയിപ്പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരക്കാക്കി ഈ ലൈനിങ് നല്ല തുണിമേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് കേട്ടോ അടിക്കണത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുൾ ലൈനിങ്ങും ഇതുമേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് അടിച്ചു കൂട്ടാം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള സ്റ്റിച്ചിങ് ആണ് എന്ന് കാണിക്കുന്നത്. ബാക്ക് പോർഷൻ അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തു, ലൈനിങ് ഇതുമേക്ക് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ചീത്ത വശം തിരിച്ചിടണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അളവെടുക്കുകയാണ്. നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ അളവ് വന്നത് 2.5 ഞാനിത് മീഡിയം സൈസിൻ്റെ അളവാണ് പറയുന്നത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചേക്കണത് യൂനെക്കാണ് ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ യൂനെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എനിക്ക് ഫ്രണ്ടിൽ അധികം ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിവിടെ ഒരു 5.5 എടുത്തേക്കുന്നത് അളവ്. അപ്പോൾ ഒരു 5.5 എടുത്തു, കണ്ടോ, കറക്റ്റായിട്ടൊരു 5.5 എടുത്തു. ഇനി നമുക്ക് യു കട്ട് ചെയ്യാം. യു എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, കണ്ടോ. ഇങ്ങനെ യു ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തല്ല, അളവെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി പടി അടിക്കാനായിട്ട് തുണി കൂടിയും നമ്മൾ ഇതുപോലെ തന്നെ വെട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നല്ല പോർഷനിലുള്ളതിൻ്റെ യൂനെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇത് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ യൂനെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് അയാൾ മാറ്റാണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഈ ലൈനിങ് തുണി നമ്മളുടെ കയ്യിൽ ബാക്കി ഇരിക്കുന്നത് ഇതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് വീണ്ടും ഈ ഒരു അളവിലെടുത്തിട്ട് നമുക്ക് പടിയെടുക്കാം. അതിന് നമ്മൾ ലൈനിങ് തുണിമേന്ന് കുറച്ചൊരു സ്ക്വയർ ഷേപ്പിൽ പോലെ വെട്ടിയെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു നെക്ക് പോർഷൻ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വീഡിയോ ചെയ്തതിൽ നെക്ക് കട്ട് ചെയ്യണത് ക്ലിയർ ആവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് വേണ്ടവർ നിങ്ങൾ നോക്കിക്കോട്ടെ. കറക്റ്റ് ഈ ഒരു സ്ക്വയറിൽ വെട്ടിയെടുത്തിട്ട് കറക്റ്റ് ഇതേ ഷേപ്പിൽ തന്നെ ഈ ലൈനിങ് തുണി വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അതേ അളവ് തന്നെ ഈ ഒരു ലൈനിങ് തുണിമേക്ക് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ മാറ്റാം. ഇനി ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കണം.
ഇതിന് നമ്മൾ ഇതുപോലെ നമ്മളിപ്പോൾ അളവെടുത്തതിനെ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുത്തു. ഇനി വീണ്ടും ചെയ്യണം എന്ന് പറഞ്ഞാൽ പടി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇനി ഇതുമേക്കൂടെ തന്നെ കറക്റ്റ് ഈ ഒരു വീതിക്ക് അങ്ങോട്ട് മുകളിലേക്കും കട്ട് ചെയ്ത് വിടാം. ഇങ്ങനെയാണ് പടി എന്ന് പറയണത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ നിവർത്തി നോക്കുമ്പോൾ നോക്കിയാൽ കറക്റ്റ് ആ ഒരു നമ്മളെടുത്ത അളവ് പോലെ എടുക്കും. ഇത് കറക്റ്റ് ഒരു യു ആയിട്ടില്ല, കുറച്ചൊരു ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വന്നു. അത് എന്ത് ചെയ്യണമാവോ, അത് കറക്റ്റ് ആ അളവ് കറക്റ്റ് കുനിച്ചെടുക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നെക്ക് വന്നത്. നമുക്കിപ്പോൾ നെക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പടി അടിച്ചു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഇപ്പോൾ വെട്ടിയ ഭാഗമില്ലേ, ഈ വെട്ടിയ ഭാഗത്തിന് അതായത് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഇത് ഒന്ന് നല്ല പോർഷനിൽ ഒന്ന് ജസ്റ്റ് ഇതുമ്മേക്കൂടെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ വെട്ടി വെച്ച പടി എടുത്തടിക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ ലൈനിങ് തുണിയും ഈ നല്ല പോർഷനിലെ തുണിയും കൂടി കൂട്ടിയടിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അത് അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ അത് നല്ല തുണിയുമേയും ലൈനിങ്ങുമേയും കൂടി അറ്റാച്ച് ചെയ്ത് അടിച്ചു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതേ അളവിൽ വെട്ടി വെച്ച ഈ പടിയുടെ ഈ സംഭവമില്ലേ, ഇതിനെയാണ് കേട്ടോ പടി എന്ന് പറയുന്നത്. അത് ഇതേ അളവിൽ വെച്ച് കൊടുത്ത് അടിച്ചിട്ട് മറച്ചിട്ടിട്ട് പതിച്ചടിക്കണം. അതായത് ഇതേ ഷേപ്പിൽ വെച്ച് കൊടുക്കാം. നെക്ക് അടിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു കറക്റ്റായിട്ട് നോക്കിക്കോ. ഇതേ ഷേപ്പിൽ അടിച്ചു കൊടുക്കാം ഇങ്ങടേക്ക്. അതിന് ശേഷം നമുക്ക് ഇതിനെ തിരിച്ചിടാം, എന്നിട്ട് പതിച്ചടിക്കാം. അങ്ങനെയാണ് നെക്ക് നമ്മൾ അടിക്കണത്. അപ്പോൾ നമുക്ക് നെക്ക് പോർഷൻ അടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ പടി കൂടി അടിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ ലൈനിങ് പോർഷൻ ഇതിലേക്ക് അടിച്ച് പടി കൂടി അടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ മറച്ചിടണം. ഇതുപോലെയാണ് കേട്ടോ ഇതിനെ മറച്ചിടുന്നത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിൽ കൂടെ വന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ വരും. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് നെക്ക് അടിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മൾ നെക്ക് ഞാൻ യു ഷേപ്പിൻ്റെ അവിടെ അതായത് നമ്മൾ ആ അളവ് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് യു ആയില്ല, കറക്റ്റ് ഒരു വി പോലത്തെ ഷേപ്പിലാണ് ഇത് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നെക്ക് അടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇതാണ്, അതായത് യു നെക്ക് വേണോ വി നെക്ക് വേണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അടിക്കുന്നത്. ഇച്ചിരി വൈഡായിട്ടുള്ളൊരു വി നെക്ക് പോലെയാണ് വന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചടിക്കണം. ഞാൻ ഇച്ചിരി ഫാസ്റ്റാക്കി അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ഇതായി. കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നെക്ക് ചെയ്തത്. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു ലേസ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് മാച്ചപ്പായിട്ട് പോകുമെന്ന്. നമ്മൾ ഈ ഒരു ലേസാണ് കേട്ടോ വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുമ്പോൾ ഫുൾ ഈ ഒരു ഗോൾഡൻ വർക്കായതുകൊണ്ട് നെക്കിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഓവർ ലുക്കിലോട്ട് പോകും. ഇതും മാച്ച് അല്ലാത്ത രീതിയിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ക്യാൻസലാക്കി. ഇനി നമുക്ക് ഇതുമ്മേ എൻ്റെ ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ ഇതുപോലൊരു 3 ബട്ടൺസ് വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ ഇവിടെ നിന്ന് തൊട്ട് താഴത്തേക്ക് ഒരു സ്ലിറ്റ് ഇടാമെന്നാണ്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഞാൻ ഇതുമ്മേ ലേസ് വെക്കാമെന്ന് വിചാരിച്ചു, ബട്ടൺ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടും ഈ ഒരു തുണിയുടെ, അതായത് ഈ ഒരു തുണിയുടെ പ്രത്യേകതയാണ് ഇതുമ്മേ ഫുൾ ഗോൾഡൻ സെറി വർക്കാണ്. അപ്പോൾ പിന്നെ ഇതുമ്മേ എന്ത് ചെയ്താലും കാര്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു സ്ലിറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമേ ഇതിലൊരു വെറൈറ്റി പാറ്റേണിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സൈഡിൽ ഒരു സ്ലിറ്റ് കൊടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് പോർഷൻ നോക്കിയിട്ട് ഒരു സ്ലിറ്റ് കൊടുക്കാം. എന്നിട്ട് അത് മാത്രമേ ഇതിലൊരു വെറൈറ്റി ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സിമ്പിളായിട്ട് തന്നെ അടിക്കേണ്ടി വരും. ഞാൻ കുറച്ച് ഹെവി ലുക്കിലൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പ്ലാനിങ് ഒക്കെ തെറ്റി. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ എന്നിട്ട് നമുക്കത് എങ്ങനെ അടിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുത്തോട്ടെ. ഇനി ചെയ്യേണ്ടത് ഈ സ്ലിറ്റും ഈ ലൈനിങ്ങും കൂടി കൂട്ടിയടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കൂട്ടിയടിക്കാം. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും കൂടി കൂട്ടിയടിച്ചു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി സെപ്പറേറ്റ് എടുത്തിട്ട് തേര് പോർഷൻ നോക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു സ്ലിറ്റിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ നെക്ക് അടിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ താഴെ വരെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ മറച്ചിട്ടിട്ട് പതിച്ചടിക്കാം. അതുപോലെ തന്നെ ഈ സൈഡും കണ്ടോ, ഇതുപോലെ തന്നെ അടിച്ചിട്ട് നമുക്ക് പതിച്ചടിക്കാം. അപ്പോൾ ഇത് ഉള്ളിലോട്ട് കയറിപ്പോവും, നല്ല വൃത്തിയാവുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷൻ ചെയ്യാം.
അങ്ങനെ നമ്മൾ സ്ലിറ്റ് ഇട്ടത് ആ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ മറച്ചടിച്ചിട്ട് പതിച്ചടിച്ചു കേട്ടോ. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് നമ്മൾ എപ്പോഴും ഇത് കാണിക്കുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വരും ഇതിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിലുള്ള ഡിസൈനിങ് കഴിഞ്ഞു. കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഹെവി വർക്കൊന്നും ഇതുമ്പോൾ ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഇങ്ങനത്തെ ഒരു വേവിങ്സ് വന്നതാണ് കാരണം. അപ്പോൾ ഇതുപോലെ പൊളിയിൽ നമ്മൾ ഒതുക്കി. നമുക്ക് ബാക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഫുൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് നെക്ക് അടിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് നെക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ബാക്ക് നെക്ക് നല്ലൊരു വി നെക്ക്, ഇച്ചിരി ഇറക്കത്തിലാണ് ഞാൻ വി നെക്ക്. ഇതൊരു 9 ഇഞ്ചോളം ഇറക്കമുണ്ട് എനിക്ക്. ബാക്കിൽ വന്നിട്ട് ഇറങ്ങി നിൽക്കുന്നത് ഇഷ്ടമാണ്. ആ സമയം ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5.5 നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് സ്ലീവ് അടിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീവ് ഏതടിക്കുന്നത് കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ ഒന്ന് കൂട്ടിയടിക്കാം. അപ്പോൾ ഷോൾഡർ കൂട്ടിയടിക്കാനായിട്ട് 2 നല്ല വശങ്ങൾ ഉള്ളിലോട്ടാക്കിയിടാം. എന്നിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഷോൾഡർ കൂട്ടിയടിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ കൂട്ടി അടിച്ചു വിട്ടാൽ രണ്ടും. ഇനി നമ്മൾ സ്ലീവ് വെക്കാൻ പോകണം. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഈ ഒരു തുണിയുടെ എന്ന് പറഞ്ഞാൽ കുത്തിക്കൊള്ളുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മടക്കി അടിച്ചു വിട്ടാൽ നമുക്കപ്പോൾ ഫ്രില്ല് ടൈപ്പുള്ള ഒരു സ്ലീവ് തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഇനിയിപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് കംഫർട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ മാറ്റാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഫ്രില്ലാക്കി എടുത്തുവിട്ടാൽ എന്നിട്ട് നമ്മൾ സാധാ സ്ലീവ് പിടിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു കൈയുടെ അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഇതിനെ ഇപ്പുറത്തേക്ക് ആക്കിയിട്ട് പതിച്ചടിക്കണം. അപ്പോഴാണ് ആ ഒരു സ്ലീവ് റെഡി ആവുള്ളൂ. അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ സ്ലീവ് അടിച്ചത്. ഇതുപോലെ നല്ല ഫ്രില്ലോട് കൂടി ഒരു സ്ലീവ്ലെസ് ടൈപ്പിലാണ് നമ്മളിതിൻ്റെ കൈ സ്ലീവ് അടിച്ചത്. ഇനി നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്ലിറ്റും കൂടി അടിക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സ്ലീവൊക്കെ അടിച്ചു, അതുപോലെ നെക്ക് അടിച്ചു. ഇത് നമ്മളുടെ അളവിനെ ഷേപ്പ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ സ്ലിറ്റ് കൂടി മാത്രമാണ് അടിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലിറ്റ് ഇതുപോലെ നല്ല വശത്തിൻ്റെ അവിടേക്കിടെ വെച്ച് തന്നെയാണ് അടിക്കേണ്ടത്. ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് സ്ലിറ്റും കൂടി അടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ അടിയിൽ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഇങ്ങനെ തേര് പോർഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് ഇട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ചെയ്ത് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ലുക്കാണ് കേട്ടോ. പാർട്ടി വെയർ, നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എങ്ങനെയുണ്ടെന്നും, അതായത് ഇത് ഈ ഒരു ലുക്കിൽ വന്നിട്ട് എങ്ങനെയാണുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് വരുന്നത് ഇതുപോലെയാണ് കണ്ടത്. നമ്മൾ നെക്ക് പോർഷനൊക്കെ കട്ട് ചെയ്യണതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബാക്ക് നെക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടാണ് ബാക്ക് നെക്ക് എടുത്തത്. എനിക്ക് ഫ്രണ്ട് നെക്ക് അത്ര ഇറക്കം വന്നത് ഇഷ്ടമില്ല, ബാക്ക് നെക്ക്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ബനാറസി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം. ബൈ.